നിങ്ങളിപ്പോൾ കണ്ടതേ ഒരു വെൽക്കമിങ് ആണ്. നമ്മളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്ത് മീറ്റിങ്ങിൽ സജ്ജരാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്നേക്ക് ഒരു 5 വർഷത്തോളം ആകാറായി ഒരു മേഖലയിൽ. വളരെ സന്തോഷത്തിലും വളരെ കഷ്ടപ്പെട്ടും ഹാർഡ് വർക്ക് ചെയ്തും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും ഉണ്ടോ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് വീണ് കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ് ഇതേപോലുള്ള വലിയ നഗരങ്ങളിൽ വരാൻ സാധിക്കുന്നതും അവിടുത്തെ അത്യാഡംബരമായ ഹോട്ടൽസിലും താമസിക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. എൻ്റെ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് ബാംഗ്ലൂരിലാണ് ഉള്ളത്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള താജ് ഹോട്ടലിലാണ്. എന്നെ അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന്. അറിയാത്തവർക്കായി പറയുവാണ്, ഞാനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഒരു 23 അല്ലെങ്കിൽ 22 വയസ്സുള്ളൊരു പയ്യൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുവാണെങ്കിൽ അവനൊരു 10-30 വയസ്സാകുമ്പോഴേക്കും ഒരു വീടും ഒരു കാറും വാങ്ങാനുള്ള മണി ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അവൻ നല്ലൊരു പൈസ സേവ് ചെയ്യുന്ന ഒരാളാണ്. വലിയ റൂമാണ് വേണ്ട, ഒരു സോഫയുണ്ട്. ഇതേ 2 പേർക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് കിടക്കാം. ഇതാണ് എൻ്റെ പ്രത്യേകത. സംഭവം നോക്കിയേ, പൂള് വേണ്ട നേരെ. പിന്നെ ആ കാണുന്നത് നമ്മ മെട്രോ ഉണ്ടാ വേണ്ട. പിന്നെ ഈ കാണുന്നത് ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇസ്കോൺ ടെമ്പിൾ. 4-5 ചിലർ ചോദിക്കോട്ടെ, മോനെ ഡോക്ടേഴ്സിന് ഈ മരുന്നുകൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കമ്മീഷൻ കിട്ടുന്നതെന്ന്. പൊതുവേ തന്നെ ക്ഷമാശീലരും അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ടല്ലാതെ ഒരാളോട് സംസാരിക്കുക പോലും ചെയ്യാത്ത ഞങ്ങൾ എല്ലാ മാസവും സെയിലിൻ്റെ കാര്യത്തിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകളാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കല്യാണ മാർക്കറ്റിൽ ഒരു വിലയില്ലട്ടെ ഈ ഒരു പ്രൊഫഷന്. താജിൻ്റെ പൂളിലാണ്ടാ ഞാൻ ഇറങ്ങില്ല, എന്നാലും പിള്ളേർ നമ്മൾ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കടവിലൊക്കെ ഇരുന്ന് 2-3 സെൽഫീസൊക്കെ എടുത്ത് പൊളിക്കാതെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ അവാർഡ് തന്നെ നോക്കിട്ടോ. അപ്പം നമുക്ക് കിട്ടിയൊരു അവാർഡ്. അപ്പം നൈസായിട്ട് അത് വാങ്ങട്ടെ.